ഓം ശാന്തി. ഇന്ന് 12/7/20 बाबा कहते मीठे बच्चे, किसी देहदारी से देही लव न रखो, एक बाप से लव रखो, अशरीरी बनने का पूरा पूरा अभ्यास करो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഏതൊരു ദേഹധാരിയോടും ദേഹത്തിന്റെ സ്നേഹം വെക്കാതെ ഒരു ബാവയോട് സ്നേഹം വയ്ക്കൂ. ഏതൊരു ദേഹധാരിയോടും ദേഹത്തിന്റെ സ്നേഹം വയ്ക്കാതെ ഒരു ബാവയോട് സ്നേഹം വയ്ക്കൂ. അശരീരിയാകാനുള്ള പൂർണ്ണമായ അഭ്യാസം ചെയ്യും. ദേഹധാരികളെ ആരെയും സ്നേഹിക്കേണ്ട, അല്ലെ, ഒരു ബാവയെ മാത്രം സ്നേഹിക്കൂ. അശരീരിയാകാനുള്ള പൂർണ്ണമായ അഭ്യാസം ചെയ്യൂ. പ്രശ്ന, രഹംദിൽ ബച്ചോങ്ക കർത്തവ്യ ക്യാ ഹൈ? ബാബ ചോദിക്കുകയാണ്, കരുണാഹൃദയരായ കുട്ടികളുടെ കർത്തവ്യം എന്താണ്? കരുണാഹൃദയരായ കുട്ടികളുടെ കർത്തവ്യം എന്താണ്? ദാനം ചെയ്യും, അവരുടെ മംഗളം ചെയ്യും. ബാബയുടെ പറ്റി ബാബ പറയാണ്, जब कोई फालतू बातें करे तो उसकी फालतू बात न सुन, उनके कल्याण अर्थ बड़ों को सुनाना. ये रहमदिल बच्चों का कर्तव्य है. എപ്പോഴെങ്കിലും ആരെങ്കിലും വ്യർത്ഥമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ വ്യർത്ഥമായ കാര്യങ്ങള് കേൾക്കാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി മുതിർന്നവരെ കേൾപ്പിക്കണം. ആരെങ്കിലും വ്യർത്ഥമായ കാര്യങ്ങൾ നമ്മളോട് പറയുകയാണെങ്കിൽ, അല്ലേ, അത് ബാബ പറയാണ് തന്റെ മുതിർന്നവരെ കേൾപ്പിക്കും. ഇതാണ് കരുണാഹൃദയരായ കുട്ടികളുടെ കർത്തവ്യം. जिनमें कोई पुरानी आदत है उन्हें मिटाने में सहयोगी बनना ही रहमदिल बनना है. ആരിലാണോ ഏതെങ്കിലും പഴയ ശീലങ്ങളുള്ളത്, ആ ശീലത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സഹയോഗിയാകുക. അവരുടെ ആ ശീലത്തെ അവരിൽ നിന്ന് കളയാൻ വേണ്ടി അവർക്ക് സഹയോഗം കൊടുക്കുക. ഇതാണ് കരുണാഹൃദയരായിട്ട് മാറുക. प्रश्न, कौन सा टाइटल किसी देहदारी को नहीं दे सकते लेकिन ब्रह्मा बाप को दे सकते हैं? ബാബ ചോദിക്കുകയാണ്, ഏതൊരു ടൈറ്റില് ഏതൊരു ദേഹധാരിക്കും നൽകാൻ കഴിയില്ല, എന്നാൽ ബ്രഹ്മാ ബാബയ്ക്ക് നൽകാൻ കഴിയും. അതേത് ടൈറ്റിലാണ്? അല്ലേ, ബ്രഹ്മാ ബാബയ്ക്ക് ആ ടൈറ്റിൽ കൊടുക്കാൻ കഴിയും. വേറെ ദേഹധാരികൾക്ക് ആർക്കും തന്നെ ഈ ടൈറ്റിൽ നൽകാൻ കഴിയില്ല. ബാബ ചോദിക്കാം, എന്താണ്? പ്രജാപിത. ബാബ പറയാണ്, श्री का टाइटल क्योंकि श्री अर्थात श्रेष्ठ पवित्र को कहा जाता है. ശ്രീ എന്ന ടൈറ്റില് അപ്പൊ ബ്രഹ്മാബാബയ്ക്ക് നൽകാൻ കഴിയും. പറയാണ് ശ്രീ എന്ന ടൈറ്റില്. എന്തുകൊണ്ടെന്നാൽ ശ്രീ എന്നാല് ശ്രേഷ്ഠമായവര്, പവിത്രമായവരെയാണ് അങ്ങനെ പറയുക. किसी देहधारी मनुष्य को ये टाइटल दे नहीं सकते. ദേഹധാരികളായ മനുഷ്യർക്ക് ആർക്കും തന്നെ ശ്രീ എന്നുള്ള ടൈറ്റിൽ നൽകാൻ സാധ്യമല്ല. ക്യോങ്കി ഭ്രഷ്ടാചാര സെ ജന്മ ലേത്തെ ഹൈ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യര് ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജന്മം എടുക്കുന്നത്. ബ്രഹ്മാ ബാപ് കോ ഹി ശ്രീ കർത്തെ ക്യോങ്കി ഇൻകാ എ അലൗകിക ജന്മ. ബാബ പറയാണ്, ബ്രഹ്മാ ബാബയെ ശ്രീ എന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാല് ബ്രഹ്മാവിന്റെ ജന്മം അലൗകിക ജന്മമാണ്. ബ്രഹ്മാവിന്റെ ജന്മം അലൗകിക ജന്മമാണ്. അതുകൊണ്ട് ബ്രഹ്മാബാബയെ ശ്രീ എന്ന് വിളിക്കാൻ കഴിയും. വേറെ ദേഹധാരികളെ ആരെയും തന്നെ ശ്രീ എന്ന് പറയാൻ സാധിക്കും. ഗീതം, ഇസു പാപക്കി ദുനിയാസെ. ഈ പാപത്തിന്റെ
ലോകത്തിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകൂ പ്രഭോ. ഓം ശാന്തി. बच्चे अब समझ गए हैं, अर्थात समझदार बन गए हैं, तो जरूर पहले बेसमझते. പറയുന്ന കുട്ടികൾ ഇപ്പോൾ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു, വിവേകശാലിയായി മാറിക്കഴിഞ്ഞു. ഇപ്പം വിവേകശാലിയായെന്ന് പറഞ്ഞാൽ മുൻപ് അവിവേകിയായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ये भी नहीं समझ में आता है कि ये पदी दुनिया है और इस भारत में ही देवी देवताओं का राज्य था, उसमें पावन सुखी थे. പറയാണ് ഇത് എല്ലാവർക്കും അറിയില്ല, ഇത് പതീതമായ ലോകമാണ്, ഈ ഭാരതത്തിൽ തന്നെയാണ് ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നത്. ആ ദേവതകളുടെ രാജ്യത്തില് എല്ലാവരും പാവനമായിരുന്നു, സുഖികളായിരുന്നു. ഉസ്മേ ദുഃഖി ബാത്ത് നഹി തി, ആ ലോകത്തിൽ ദുഃഖത്തിൻ്റെതായ യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. परंतु शास्त्रों में कई बातें सुनने के कारण ये भी समझ में नहीं आता है कि स्वर्ग में सदैव सुख था. അവ പറയാണ്, ശാസ്ത്രങ്ങളില് പല കാര്യങ്ങളും അല്ലെ അതിൽ നിന്ന് കേട്ടിരിക്കുന്നത് കാരണം, ശാസ്ത്രങ്ങളിൽ നിന്ന് കേട്ടിരിക്കുന്നത് കാരണം അല്ലെ മനുഷ്യർക്ക് അറിയില്ല സ്വർഗത്തിൽ സദാ സുഖമാണ് ഉണ്ടായിരുന്നത്. അല്ലെ പറയുന്നത് എന്താണ്, ദേവതകൾ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ യുദ്ധമൊക്കെ നടന്നിരുന്നു, അല്ല അങ്ങനെ പല കാര്യങ്ങളും പറയുന്നു ശാസ്ത്രങ്ങളിൽ. അപ്പൊ ആ സ്വർഗത്തിൽ സുഖം ഉണ്ടായിരുന്നു, സദാ സുഖമായിരുന്നു. അപ്പൊ അവരുടെ ഈ കാര്യം പോലും മനുഷ്യർക്ക് അറിയില്ല. സ്വർഗക്ക കിസ്കോ പത്താ നഹി, പറയുന്ന സ്വർഗത്തെ കുറിച്ച് ആർക്കും അറിയില്ല. സമഷ്തേ ഹി വഹാൻ ഹി ദുഃഖത, മനുഷ്യന്റെ വിചാരം എന്താണ്, ആ സ്വർഗത്തിലും ദുഃഖം ഉണ്ടായിരുന്നു. ഏഹേ ബേസമച്ചി, പറയുന്ന ഇതാണ് അല്ലെ അറിവില്ലായ്മ. അബദ്ധം വെച്ച് സമഷ്ടാർ ബനേഹു, അവർ നിങ്ങൾ കുട്ടികള് വിവേകശാലിയായിട്ട് മാറിയിരിക്കുന്നു. ബാബനെ ആക്കർ സംശയ, അല്ലെ ബാബ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു, സ്വർഗത്തിൽ എങ്ങനെയാണ് അല്ലെ എല്ലാ കാര്യങ്ങളും ബാബ മനസ്സിലാക്കി തന്നു. ഉൻകി ശ്രീമത് പർ ചൽ രഹേ ഹോ, നമ്മള് ബാബയുടെ ശ്രീമത് പ്രകാരം നടന്നുകൊണ്ടിരിക്കുക. ഏ പതി ദുനിയാഹി സ്വർഗ പാവൻ ദുനിയാത്തി, ബാബ പറയാ മക്കളെ ഇത് പതീതമായ ലോകാണ്, സ്വർഗം പാവനമായ ലോകമായിരുന്നു. പാവൻ ദുനിയാമേ ഭി ദുഃഖ ഹോ ഫിർ തോ ദുഃഖ കി ദുനിയാ ഹി കഹേംഗെ, ഇനി പാവനമായ ലോകത്തില് സ്വർഗത്തിലും ദുഃഖം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ദുഃഖത്തിന്റെ ലോകം എന്നല്ലേ പറയാൻ പറ്റും. ഫിർ ഗീത് ഭി റോങ് ഹോ ജാതാ ഹെ, പറയണം അപ്പോൾ ഈ പാട്ട് തന്നെ അല്ലേ തെറ്റായി പോകുന്നു. कहते हैं हे बाबा ऐसी जगह ले चलो जहां आराम सुख चैन हो, അല്ലെ പാട്ടിൽ എന്താണ് പറയുന്നത്, ബാബ ഞങ്ങൾ അങ്ങനെയുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോകൂ, എവിടെയാണോ സുഖമുള്ളത് അല്ലെ ശാന്തി ഉള്ളത് അല്ലെ അങ്ങനെയുള്ള ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്നാണ് പാട്ടിൽ പറയുന്നത്. സ്വർഗ സോനയ്ക്ക് ചിടിയാക്കി, പറയുന്ന കുട്ടികൾ മനസ്സിലാക്കുന്നു സ്വർഗം അല്ലെ അത് സ്വർണ്ണ പക്ഷിയായിരുന്നു. ദേവി ദേവതായന്തി, ആ സ്വർഗത്തില് ദേവി ദേവതകളാണ് ഉണ്ടായിരുന്നത്. കവിയവി കിസ്കോ ദുഃഖ നഹി തേതേ, പറയുന്ന അവിടെ എങ്ങനെയായിരുന്നു, ഒരിക്കലും ആർക്കും എല്ലാരും ദുഃഖം നൽകിയിരുന്നില്ല. ഗാത്തെ ഭി ഹേ ഫിർ ഭി ശാസ്ത്രം में ऐसी बातें लिखी है जो समझते हैं परंपरा से चला आता है. അവരെയാണ് ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു എങ്കിലും ശാസ്ത്രങ്ങളില് അല്ലെ തെറ്റായ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെ പറയുന്നു അല്ലെ ഇതൊക്കെ പരമ്പരയായിട്ട് നടന്നു വരുന്നതാണ്, പണ്ട് മുതൽ ഇതൊക്കെ ഉള്ളതാണ്. കൃഷ്ണ പർഭി ജൂട്ടെ കളങ്ക് ലഗാ ദിയാ ഹെ, അവരെയാണ് കൃഷ്ണനെ കുറിച്ചും അസത്യമായ കളങ്കം ചാർത്തിയിരിക്കുകയാണ്. കഹാ ജാതാ ഹെ ജൈസെ ദൃഷ്ടി വൈസെ സൃഷ്ടി, എന്തു പറയാൻ കഴിയും അല്ലെ, അവരെയാണ് മനുഷ്യന്റെ ദൃഷ്ടി എങ്ങനെയാണോ അവര് രചിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കും, അവര് പറയുന്ന കാര്യങ്ങളും അങ്ങനെയായിരിക്കും. സമസ്ത സാരി സൃഷ്ടി ഹി പതീത് ഹി, അല്ലെ മനസ്സിലാക്കുന്നു മുഴുവൻ സൃഷ്ടിയും പതീതാണ്. ഈ സമയം ഉന്നോങ്കി ദൃഷ്ടി ഹി പതീത് ഹേ തോ സാരി സൃഷ്ടി കോ ഹി പതീത് സമസ്തേ, ബാബ പറയാണ്
ഈ സമയത്ത് എല്ലാവരുടെയും ദൃഷ്ടി, മനുഷ്യരുടെ ദൃഷ്ടി പതീതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ സൃഷ്ടിയെയും പതീതം എന്ന് വിചാരിക്കാം. സ്വർഗവും അവിടെയും ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. അപ്പൊ അവരുടെ ദൃഷ്ടി തന്നെ പതീതാണ്. അതുകൊണ്ട് അല്ലേ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. സമസ്ത പരമ്പരാസെ പതീത്പന ചല ആയാഹെ. മനുഷ്യന്റെ വിചാരം എന്താണ്? പരമ്പരയായിട്ട് ഈ പതീതമാകുന്ന അവസ്ഥ നടന്നു വരുന്നതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അഭി തും ബച്ചോങ്കോ സമജ് മേ ആതി ജാ രഹി ഹെ സോബി നമ്പർവാർ പുരുഷാർത്ഥ അനുസാർ. പവർ ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പവറിന് എല്ലാവർക്കും ഒരേപോലെ അല്ല, അവരവരുടെ പുരുഷാർത്ഥം അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പരംപിത പരമാത്മാക്കെ ബച്ചോങ്കോ ഡയറക്ഷൻ മിൽത്തേ ഹെ. ഇവിടെ പരംപിത പരമാത്മാവിന്റെ മക്കൾക്ക് ഡയറക്ഷൻ ലഭിക്കുകയാണ്. ആത്മാവോ ബൈട്ടുപാക്കോ സംസാത്തെ, അല്ലെ ആത്മാക്കൾക്ക് ഇരുന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. സഭി ആത്മാ പതീത് ഹെ ഇസ്ലിയെ പതീത ആത്മാ പുണ്യാത്മാ കഹാ ജാത്താ ഹെ. അപ്പൊ അവരാണ് എല്ലാ ആത്മാക്കളും ഈ സമയത്ത് പതീതാണ്. അപ്പൊ അവരാണ് അതുകൊണ്ട് ഇങ്ങനെയും പറയുന്നു പതീതാത്മാ പുണ്യാത്മാ എന്നൊക്കെ പറയാറുണ്ട്. ബാപ്പ് ആത്മാവസ്ഥയായിട്ട് ബാത്ത് കർത്തേ ഹെ. ബാബയാണെങ്കിൽ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. തും ഹമാരെ അവിനാശി ബച്ചേ ഹോ ഫിർ മമ്മാ ബാബ ഭി കാത്തെ ഹോ. അല്ലെ ബാബ എന്താ പറയുന്നത്? നിങ്ങൾ എന്റെ അവിനാശികളായ കുട്ടികളാണ്, ആത്മാവ്. ബാബറയാണ്. പിന്നെ കുട്ടികൾ എന്ത് പറയും? അമ്മ ബാബ, അല്ലെ അച്ഛനമ്മ എന്നൊക്കെ വിളിക്കും. അവർ നിങ്ങൾ എന്റെ മക്കളാണ്. നമ്മളെന്ത് പറയും? അല്ലെ അച്ഛൻ അമ്മ എന്നൊക്കെ വിളിക്കും. ഇസ് ദുനിയാമെ കിസിക്കോ ഹി പിതാശ്രീ നഹി കർ സക്തേ. ഈ ലോകത്തില് ആരെയും തന്നെ പിതാശ്രീ എന്ന് പറയാൻ പറ്റില്ല. ശ്രീമാന ശ്രേഷ്ഠ, പിതാശ്രീ എന്ന് പറയാൻ പറ്റില്ല, ശ്രീയുടെ ചേർക്കാൻ പറ്റില്ല. അപ്പൊ അവരെയാണ് ശ്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠം അല്ലേ? അങ്ങനെ ശ്രേഷ്ഠമായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. ഏകീ മനുഷ്യ ശ്രേഷ്ഠ ഹേ നഹി. അവർ ഈ ലോകത്തില് ഒരു മനുഷ്യൻ പോലും ശ്രേഷ്ഠമായിട്ട് ഇല്ല. ഏതോ ഏകീഹി മഹിമാഹു ശക്തി ഹേ. അല്ലെ സ്ത്രീ എന്നത്, ശ്രേഷ്ഠ എന്നത് ഒരാളുടെ മഹിമയാണെന്ന് ബാബ പറയാണ്. ഒരാൾക്കേ ആ മഹിമയുണ്ട്. यहाँ से सब ഭ്രഷ്ടാചാർ से ही पैदा होते हैं इसलिए श्री कह नहीं सकते. പവറൻ ഇവിടെയാണെങ്കിൽ എല്ലാ മനുഷ്യരും ജന്മം എടുക്കുന്നത് ഭ്രഷ്ടാചാരത്തിലൂടെയാണ്, വികാരത്തിലൂടെയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ സ്ത്രീ എന്ന് പറയാൻ സാധ്യമല്ല. पर तुम इनको इस समय कहते क्योंकि സന്യാസ किया हुआ है श्रेष्ठ बनने के लिए. പവ പറയാണ് നിങ്ങൾ ഈ സമയത്ത് ഇദ്ദേഹത്തെ ബ്രഹ്മബാബയെ ശ്രീ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം സന്യാസം ചെയ്തിരിക്കുകയാണ് ശ്രേഷ്ഠമായിട്ട് മാറാൻ വേണ്ടി. തും ജാനത്തെ ഹോ കി അഭി ഹം ഫരിസ്ത ബനനെ വാലേ ഹെ. നമുക്കറിയാം നമ്മൾ ഫരിസ്തയാകേണ്ടവരാണ്. ഭ്രഷ്ട കോ ശ്രീ കഹ് നഹി സക്തേ. അവരെയാണ് അല്ലെ ഭ്രഷ്ടരായവരെ ഒരിക്കലും സ്ത്രീ എന്ന് പറയാൻ സാധ്യമല്ല. ശ്രീ ലക്ഷ്മി, ശ്രീ നാരായൺ, ശ്രീ രാധേ, ശ്രീകൃഷ്ണ കാത്തെ. അപ്പം ഭ്രഷ്ടരായവരെ സ്ത്രീ എന്ന് പറയില്ല. പിന്നെ സ്ത്രീ എന്ന് പറയുന്ന ആരെയാണ്? അവരെയാണ് ശ്രീ നാരായണൻ എന്ന് പറയാറുണ്ട്, ശ്രീ ലക്ഷ്മി എന്ന് പറയാറുണ്ട്, ശ്രീ രാധ എന്ന് പറയും, ശ്രീകൃഷ്ണൻ എന്ന് പറയും, അല്ലെ പാവനമായവരെ അങ്ങനെ വിളിക്കും. മന്ദിർ ഭി ഉണോക്കി മഹിമ ഗാത്തേ. മനുഷ്യര് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ ദേവതകളുടെ മഹിമയാണ് പാടുന്നത്. അപ്പനേക്കോ ശ്രേഷ്ഠ കഹിനഹി സക്തി. സ്വയത്തെ ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റില്ല. अब तुम बच्चों ने समझा है भारत की श्रेष्ठता शुद्ध सृष्टि थी. अब अभी पदी सृष्टि है, पदी को ही ഭ്രഷ്ടാചാരി കഹേങ്കെ. അപ്പൊ ബാബ പറയണ ഇപ്പൊ നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കി ഭാരതം ശ്രേഷ്ഠമായിരുന്നു, ശുദ്ധമായ അല്ലെ സൃഷ്ടിയായിരുന്നു. ഇപ്പോൾ ഇത് പതീതമായ സൃഷ്ടിയാണ്. പതീതത്തെ തന്നെയാണ് ഭ്രഷ്ടാചാരി എന്ന് പറയുക. वो लोग भ्रष्टाचारियों को श्रेष्ठ बनाने के लिए സഹായം करते. അപ്പൊ ബാബു പറയണത് മനുഷ്യന്റെ അവസ്ഥ എന്താണ്?
ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠരാക്കി മാറ്റാൻ വേണ്ടി സഭകളൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. परंतु दुनिया ही भ्रष्टाचारी है तो कोई किसी को श्रेष्ठाचारी बनना कैसे सकते? പറയാണ് ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരിയാക്കി മാറ്റാൻ സഭകളൊക്കെ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ് ചെയ്യുന്ന മനുഷ്യർ സ്വയം ഭ്രഷ്ടാചാരികളാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എങ്ങനെ മറ്റുള്ളവരെ ശ്രേഷ്ഠാചാരിയാക്കി മാറ്റാൻ കഴിയും? ബരോബർ എ രാവൺ രാജ്യേ, ബാബയുടെ മക്കൾ ഇത് ശരിക്കും രാവണ രാജ്യാണ്. ജിസ് കാരൻ രാവൺ കോ വർഷ വർഷ ജലാത്തെ, ഇത് രാവണന്റെ രാജ്യമാണ്, അതുകൊണ്ടാണ് വർഷം വർഷം രാവണനെ കത്തിക്കുന്നു. ജൽത്താഹി നഹി, വർഷം വർഷം കത്തിക്കുന്നുണ്ട്, കത്തിച്ചിട്ടും രാവണൻ മരിക്കുന്നില്ല. ഒരു കടാഹോ ജാത്താഹേ, രാവണനെ കൊല്ലും, വീണ്ടും രാവണൻ എഴുന്നേറ്റ് വരികയാണ്. यही मनुष्यों को समझ में नहीं आता, जिसे जला दिया उसे फिर हम नया क्यों बनाते? പറയണ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ആരെയാണോ കത്തിച്ചത്, അല്ലെ, രാവണനെ കത്തിച്ചു, വീണ്ടും അടുത്ത വർഷം വീണ്ടും കൊല ഉണ്ടാക്കി പുതുതായിട്ട് ഉണ്ടാക്കി കത്തിക്കും. പറയണ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും മനസ്സിലാക്കുന്നില്ല. രാവണൻ മരിക്കുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അല്ലെ കൊല ഉണ്ടാക്കി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധ ഹോത്ത രാവൺ രാജ്യ ഗയാ നഹി, വീണ്ടും വീണ്ടും ഉണ്ടാക്കി കത്തിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു കാര്യം തെളിയപ്പെടുന്നു, അല്ലെ, രാവണ രാജ്യം പോയില്ല, ഇത് രാവണ രാജ്യം തന്നെയാണ്, രാവണൻ മരിച്ചിട്ടില്ല. സ്വർഗമേ ജബ് രാമരാജ്യം ഹോത്താ ഹെ വഹാം തോ എഫിജി നികാലെങ്കെ നഹി, ഇനി സ്വർഗത്തില് രാമരാജ്യം വന്നു ചേരുമ്പോൾ അവിടെ രാവണന്റെ കോല ഉണ്ടാക്കി കത്തിക്കുവോ? ഇല്ല. കാത്തേ രാവൺകോ ജലായ ലങ്കാക്കോ ലൂട്ട, എന്താ പുരാണങ്ങളിൽ പറയുന്നേ, അല്ലേ, രാവണനെ കത്തിച്ചു പിന്നെ ലങ്ക കൊള്ളയടിച്ചു എന്നൊക്കെ പറയും. രാവണക്ക് ലങ്ക സോനി ബദാത്തേക്ക്, രാവണന്റെ ലങ്ക അല്ലെ സ്വർണത്തിന്റെ ലങ്ക എന്നാ പറയുന്നത്. പരന്തു ഐസ്താഹേനെ, ബാബറയാണ് സ്വർണത്തിന്റെ ലങ്കയാണ് രാവണന്റെ ലങ്ക എന്നാ പറയുന്നത്, അല്ലെ. ബാബ പറയാണ് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അങ്ങനെയല്ല. ഇത് സാരി ദുനിയ ലങ്കാഹേ, ബാബറയാണ് പ്രത്യേകിച്ചൊരു സ്ഥാനമല്ല, മുഴുവൻ ലോകവും ലങ്ക തന്നെയാണ്. രാവണനാണ് ഇവിടെ ഭരിക്കുന്നത്. രാവൺ രാജ്യമേത്തോ സബ് ഹി ശ്രീലങ്ക തോ ഐലൻഡ് ഹേന, ബാബറൻ എല്ലാവരും രാവണ രാജ്യത്തിലാണ്, മുഴുവൻ ലോകരും രാവണ രാജ്യത്തിലാണ്. അവരാണ് ആ ശ്രീലങ്ക, അല്ലെ, എന്താ വിചാരിക്കുന്നത്, ആ ലങ്കയാണ് രാവണന്റെ ലങ്കയാണ്. അപ്പൊ അവ പറയാണ് ആ ശ്രീലങ്ക ഉണ്ടല്ലോ അതൊരു ഐലൻഡാണ്, അല്ലെ, ദ്വീപാണ്. ദിഖലായ ബി ഹെ ഭാരത് കി ഉജടി ഹെ, അപ്പൊ അവരെയാണ് കാണിക്കുന്നത് എന്താണ്, ലങ്ക എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വാലാണെന്നാണ്. താഴെയായിട്ടല്ലേ കാണിച്ചിരിക്കുന്നത് ലങ്കയെ, ഭാരതത്തിന്റെ വാലാണ് ശ്രീലങ്ക. വരുന്ന സിർഫ് ഉസ്മേ രാവൺ രാജ്യത്തോ നഹി, പക്ഷെ പറയണ ആ ലങ്കയില് രാവണ രാജ്യമൊന്നും അല്ലല്ലോ, അത് രാവണ രാജ്യമല്ലല്ലോ. രാവൺ രാജ്യത്തോ സാരെ വിശ്വപ്രധേ, പറയാൻ ലങ്കയിലല്ല രാവണ രാജ്യം, മുഴുവൻ വിശ്വത്തിലും രാവണനാണ് ഭരിക്കുന്നത്, രാവണ രാജ്യമാണ്. ഏകത്വം സമജ്തേ, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കും. കോളേജ് മേ പോയി ബേസമച്ച് ജാക്കർ ബൈഠേ തോ ക്യാ സമജ് സകേംഗെ, ഇനി പറയാണ് കോളേജിലെ ഒന്നും അറിയാത്തവര് വന്നിരുന്നാല്, അല്ലേ, അവരെന്ത് മനസ്സിലാക്കാൻ? കുച്ച് ഭി നഹി, അല്ല, അവർക്കൊന്നും മനസ്സിലാവില്ല, എന്താ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവില്ല. വേസ്റ്റ് ഓഫ് ടൈം കരയെങ്കിൽ, വെറുതെ വന്നിരിക്കുന്ന പോലെയാണ്, ടൈം വേസ്റ്റ് ചെയ്യാൻ. ഈശ്വര്യ കോളേജ്, അവരുടെ മക്കൾ ഈശ്വര്യ കോളേജ്, इसमें नया आपने कुछ समझ नहीं सके, ഈ ഈശ്വര്യ കോളേജില് അല്ലെ പുതുതായിട്ട് ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ അവ പറയണം അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയും. 7 दिन ക്വാറന്റൈൻ में बिठाना पड़े, നേരിട്ട് ഇവിടെ കൊണ്ടിരുത്തിയല്ല, അല്ലേ, ആദ്യം എന്ത് വേണം, 7 ദിവസം ക്വാറന്റൈനിൽ ഇരുത്തണം എന്നൊക്കെ പറയാം, അല്ലേ.
പ്രത്യേകിച്ച് ക്ലാസ് കൊടുക്കണം. ജബ് തക് ലായക് ബനെ, എപ്പോൾ വരെ അവർ യോഗ്യരാകുന്നു, ക്ലാസ് കേൾക്കാൻ യോഗ്യരാകുന്നു, അപ്പോൾ വരെ പറയാണ് അവരെ ക്വാറന്റൈൻ ഇരുത്താം. फिर भी अच्छा आदमी रिलीजियस माइंडेड हो तो उनसे पूछना है परमपिता परमात्मा तुम्हारा क्या लगता है. ഇനി അല്ല കേൾക്കാൻ വരുന്നവര് ധാർമ്മിക ബോധമുള്ള അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, പരംപിത പരമാത്മാവ് അല്ലെ നിങ്ങളുടെ ആരായിട്ട് തോന്നുന്നു അവരോട് ചോദിക്കും. वो तो है आत्माओं का पिता और प्रजापिता भी तो है, तो बाप है. അപ്പം ശരിക്കും അല്ലെ പരംപിത പരമാത്മാവ് ആരാണ്? ആത്മാക്കളുടെ അച്ഛനാണ്. ഇനി പ്രജാപിതാവും അതും അച്ഛനാണ് അല്ലെ. ए पॉइंट बड़ी अच्छी है परंतु बच्चे अजनितना हस्त नहीं होते. അവരന് പറഞ്ഞു കൊടുക്കാൻ ഈ പോയിന്റ് അത്രയും നല്ല പോയിന്റാണ്. പക്ഷെ അവരന് കുട്ടികള് അല്ലെ പറഞ്ഞു കൊടുത്ത് അല്ല അത്രേ അവര് സന്തോഷത്തിലേക്ക് വരുന്നില്ല എന്ന് പറയാം. पाप कहते तुमको नई नई पॉइंट सुनाता हूँ इससे तुमको नशा चढ़े. അവരെയാണ് പാവ കുട്ടികൾക്ക് പുതിയ പുതിയ പോയിന്റ്സ് കേൾപ്പിച്ചു തരുന്നു, അതിലൂടെ കുട്ടികൾക്ക് ആ ഈശ്വരീയ ലഹരി ഉണ്ടാകാം. കിസ്കോ സംസാനയ്ക്ക് യുക്തിയാവേ, അതായത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള യുക്തി കണ്ടെത്താൻ കഴിയണം അതിലൂടെ. ഫോം ഭരാനയ്ക്ക് കോപ്പി में पहले प्रश्न लिखाना है कहेंगे परमपिता परमात्मा तो पिता हुआ ना. അപ്പം ഫോം ഫില്ല് ചെയ്യുന്ന കോപ്പി ഉണ്ടല്ലോ, അതില് ആദ്യം ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതിരിക്കാം. പരംപിത പരമാത്മാവ് നിങ്ങളുടെ ആരായിട്ട് തോന്നും, അതിന്റെ ആൻസർ എഴുതിക്കണം. അപ്പൊ അവരെന്ത് പറയും? ആ ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? പിതാവല്ലേ, അച്ഛനാണല്ലോ. ഫിർ ഉസ് സമയം സർവ്യാപിക്ക് അജ്ഞാൻ ഉടിച്ചായിക്ക. അപ്പൊ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അച്ഛനാണെന്ന്. അപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന ജ്ഞാനം അവിടെ ഇല്ലാതാവും. തുഞ്ചോ പ്രശ്നം പൂച്ചെങ്കിൽ തോ കഹെങ്കി ഓ തോ ബാപ്പ് ഹി. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുമ്പോ അവര് പറയും അച്ഛനാണ് എന്ന് പറയും. ഹം സബ് ബച്ചേ ഹി, പരമാത്മാവ് നമ്മുടെ അച്ഛനാണ്, നമ്മളെല്ലാവരും മക്കളാണ്. ഇത്തന മാൻ ചായത്തോ ചട് ലിഖ ലേന ചാഹിയെ. ഇത്രയും കാര്യം അവർ അംഗീകരിച്ചാല് പെട്ടെന്ന് അവരെ കൊണ്ട് അഭിപ്രായം എഴുതിപ്പിക്കണമെന്ന് പറയാണ്. പ്രജാപിതാക്കെ വെച്ചിട്ടഹരെ അല്ലെ, പ്രജാപിതാവിന്റെ മക്കളാണ്. ശിവ ഹോഗയ ദാദ ഓർ വഹ് ബാപ്പ്. ബ്രഹ്മാവിന്റെ മക്കളാകുമ്പോൾ ശിവബാബ ആരാണ്? നമ്മൾ ബ്രഹ്മാവിന്റെ മക്കളാകുമ്പോൾ ശിവബാബ ആരാണ്? മുത്തച്ഛൻ. ഇത് നമ്മുടെ അച്ഛൻ. शिवबाबा तो स्वर्ग की स्थापना करने वाला है तो सर उनसे ही वर्षा मिलेगा. ശിവബാബയാണ് സ്വർഗം സ്ഥാപിക്കുന്നത്. സ്വത്ത് കിട്ടുന്നത് ശിവബാബയിൽ നിന്നാണ്, മുത്തച്ഛനിൽ നിന്നാണ്. സഹജ സഹജ ബാധ്യ നിക്കാലിനെ പഠിത്തി. അവർ ഇത്രയും സഹജമായ കാര്യങ്ങൾ അല്ലെ അതിൽ നിന്ന് കണ്ടെത്തണം. ബഹുത് സഹജ, അവരുടെ കാര്യങ്ങൾ വളരെ സഹജമാണ്. മിത്ര സംബന്ധിയോ കെ പാസ് ഭി ജാവോ ഉൻകോ ഭി സംജാവോ. പറയാണ് മിത്ര സംബന്ധിയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കും. ഏതോ നശ ഹേന ഹം ബാബ ദ്വാര ദാദേ സ്പർശ പാത്തെ. നമുക്ക് ലഹരി ഉണ്ടല്ലോ ഈ ദാദയിലൂടെ അല്ലെ ബാബയിലൂടെ മുത്തച്ഛനിൽ നിന്ന് നമ്മൾ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാപ്ദാദാസെ വർഷ പാത്തെ അല്ലെ, ബാപ്ദാദയിൽ നിന്ന് നമ്മൾ സമ്പത്ത് എടുക്കുകയാണ്. ബാപ്ദാദയിൽ നിന്നാണ് നമ്മൾ സമ്പത്ത് എടുക്കുന്നത്. മാതാസെ വാസ നഹി മിലേങ്ക അല്ലെ, മാതാവിൽ നിന്ന് സ്വത്ത് കിട്ടില്ല. ബാപ്പ് കോഹി സ്വർഗ സ്ഥാപന കർണി ഹേന അല്ലെ, ബാബയ്ക്ക് തന്നെ സ്വർഗം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ടല്ലോ. വഹി മാലിക്, ബാബയാണ് അല്ലെ അധികാരി. ദേശ ഉൻകോ ദാദേസെ വർഷക്ക ഹക്ക് വൈസെ പോത്രേ പോത്രയും കോഹി ഹക്ക് ഹെ. അപ്പൊ ബാബ പറയാണ് അല്ലേ, ഏതുപോലെ അല്ലെ മനുഷ്യർക്ക് മുത്തച്ഛന്റെ ആ സമ്പത്ത് കിട്ടാൻ അവകാശമുണ്ടോ, അതേപോലെ
അല്ലെ? നമുക്ക് എന്താണ് ശിവബാബയാവുന്ന മുത്തച്ഛനിൽ നിന്ന് സമ്പത്ത് എടുക്കാനുള്ള അവകാശമുണ്ട്. ബാബ कहते मुझे याद करो मैं तो कहता नहीं हूँ इस देहधारी को याद करो. അപ്പൊ ബാബ പറയാൻ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ അല്ലെ? ബാബ പറയാണ് ഞാൻ ഇങ്ങനെ പറയുന്നില്ല, ഈ ദേഹധാരി ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല, എന്നെ ഓർമ്മിക്കൂ എന്നാണ് ശിവബാബ പറയുന്നത്. ബാബ സന്മുഖ ബാത്ത് കർ രഹേ. ഇനി ബാബയാണ് കുട്ടിയുടെ സന്മുഖത്തിലാണ് സംസാരിക്കുന്നത്. കാൽപ്പോലേവി ഐസേഹി സംശയാത്ത അല്ലെ? കൽപ്പം മുൻപും ഇതേപോലെ ഇരുന്ന് ബാബ പറഞ്ഞു തന്നിരുന്നു. വർഷാവിത്വങ്കോ ബാപ്ദാദ ദ്വാര മിൽത്താഹി. അല്ലെ? സമ്പത്ത് കിട്ടുന്നതും ബാപ്ദാദയിലൂടെയാണ്. ഐസനഹി മമ്മാസെ മിൽത്താഹി. അല്ല, ഇങ്ങനെയല്ല, മമ്മയിലൂടെ ലഭിക്കുന്നു, അങ്ങനെയല്ല. തുങ്കോ ദേഹാഭിമാൻ ബഹുത്ത് ആ ജാത്താഹി. പറയുന്ന കുട്ടികൾക്ക് ദേഹാഭിമാനം അല്ലെ അത്രയധികം വന്നു ചേരുന്നു. ദേഹധാരിയോസെ ലവ് ഹോ ജാത്താഹി. അല്ലെ? ദേഹധാരികളോട് സ്നേഹം വന്നു ചേരുന്നു എന്ന് പറയാം. അല്ലെ? ദേഹാഭിമാനം വന്നു ചേരുന്നു, ദേഹധാരികളോട് സ്നേഹം വന്നു ചേരുന്നു. ആത്മായി എത്തും നഗെ ആയി തീ പാട്ട് ബജാത്തെ ബജാത്തെ അവ 84 ജനം പൂരെ കിയേ. ബാബ പറയാണല്ലയോ ആത്മാക്കളെ, നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ശരീരമില്ലാതെയാണ് വന്നത്. ആത്മാ അശരീരിയായിട്ടാണ് ബ്രഹ്മലോകത്തിൽ നിന്ന് വന്നത്. പിന്നെ ഇവിടെ വന്ന് പാട്ട് അഭിനയിച്ച് എന്ത് സംഭവിച്ചു? 84 ജന്മങ്ങള് ഇപ്പൊ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അഭിമേ കാത്താൻ തുങ്കോ വാപ്പസ് തൽനാഹി. ബാബ പറയാണ് അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് മടങ്ങി പോകണം. മാമേക യാദ് കരോത്തോ വികർ വിനാശ് പോകെ. ഈ സമയത്ത് നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിച്ചാൽ നിങ്ങൾ ചെയ്ത വികർമ്മങ്ങളൊക്കെ വിനാശമാകും. ദേഹധാരിക്കോ യാദ് കർണേസ് വികർ വിനാശ് നഹി ഹോങ്കെ. ബാബ പറയാണ് ദേഹധാരികളെ ഓർമ്മിച്ചാൽ വികർമ്മൊന്നും വിനാശാവില്ല അല്ലെ? അതുകൊണ്ടാണ് അവർ ദേഹധാരികളെ ഓർമ്മിക്കണ്ട അല്ലെ, എന്നെ തന്നെ ഓർമ്മിക്കും. വേറെ ദേഹധാരികളെ ഓർമ്മിച്ചാൽ വികർമ്മൊന്നും വിനാശാവില്ല. തും അജാൻ കാത്തെ ഹോ ബാബ ഹം ആപ്പക്കോ ഹി യാദ് കരേങ്കെ. കുട്ടികൾ പറയാറുണ്ട്, ബാബ ഞങ്ങൾ അങ്ങനെ തന്നെ ഓർമ്മിക്കും എന്നൊക്കെ ബാബയോട് പറയാറുണ്ട്. തുങ്ക് ഇസ് പുരാണി ദുനിയ അവർ രഹനാഹി നഹി ഹെ. ബാബ പറയാം, മക്കളെ നിങ്ങൾക്ക് ഈ പഴയ ലോകത്തില് വസിക്കേണ്ടതായിട്ടില്ല. ഇസ്മേ കോയി ചൈൻ നഹി ഇസ്ലിയെ കാത്തെ ഹോ ഐസി ജഗ ലേ ചലോ ജഹാ സുഖ് ചൈൻ മിലേ. ഈ പഴയ ലോകത്ത് നിങ്ങൾക്ക് വസിക്കേണ്ടതില്ല. ഇവിടെ നിങ്ങൾക്ക് പറയാണ് അല്ലെ, ശാന്തിയോ സുഖമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അല്ലെ ആത്മാക്കൾ പറയുകയാണ്, ബാബ ഞങ്ങൾ അങ്ങനെയുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. എവിടെയാണോ സുഖമുള്ളത്, എവിടെയാണോ ശാന്തി ഉള്ളത്, അല്ല അങ്ങനെയുള്ള ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് എന്റെ ഭഗവാനോട് പറയാണ്. തും കാത്തെ ഹം പഹലെ ജായെങ്കെ ശാന്തിധാം ജഹാ ശാന്തി ഹി ശാന്തി ഹോഗി. നമ്മളെന്ത് പറയും? നമ്മൾ ഏറ്റവും ആദ്യം പോകുന്ന എവിടേക്കാ? നമ്മുടെ വീട്ടിലേക്ക്, ശാന്തി ധാമത്തിലേക്ക് അല്ലെ? അവിടെ ശാന്തി തന്നെ ശാന്തിയാണ്. पर जाएंगे वहां से सुखधाम में जहाँ ശാന്തി സുഖത്തോണോഹി. ഇനി ശാന്തിധാമത്തിൽ നിന്ന് എവിടേക്ക് പോകും? സുഖധാമത്തിലേക്ക് അല്ലെ? അവിടെ ശാന്തിയുണ്ട്, സുഖമുണ്ട്. ശാന്തിധാമത്തിൽ ശാന്തി മാത്രം. പിന്നെ സുഖധാമത്തിലേക്ക് പോകുമ്പോഴും ഇവിടെ ശാന്തിയുണ്ട്, സുഖമുണ്ട്, രണ്ടുണ്ട്. ജബ് ദുഃഖ് ഹേത്തോ അശാന്തി ഹേ. അപ്പൊ അവരെയാണ് ദുഃഖം ഉള്ളപ്പോ അശാന്തിയാണ്. സുഖമേത്തോ ശാന്തി ഹേ. സുഖത്തിലാണെങ്കിലോ ശാന്തിയുണ്ട്. പരന്തു വഹ ശാന്തി നഹി ശാന്തിധാമി ആത്മാവുക സീറ്റ് ഹോ. ബാബ പറയാണ് അല്ലെ, പക്ഷെ അത് യഥാർത്ഥമായ ശാന്തി അല്ല എന്ന് പറയാണ്. ശാന്തിധാമം അത് ആത്മാക്കളുടെ മധുരമായ വീടാണ്. ബാബ സാരെ ആദ്യമധ്യ അന്ത്യക്കോ ജാന്യവാല അല്ലെ? ബാബയാണെങ്കില് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തെ അറിയുന്നവനാണ്. अब तुम बच्चों का धंधा ही है पढ़ना और पढ़ाना और अपने ശരീര നിർവാഹാർത്ഥ കർമ്മ भी करना है. അപ്പൊ അവരുടെ കുട്ടികളുടെ ജോലി ഇതാണ്, സ്വയം പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. പിന്നെ
തന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കർമ്മവും ചെയ്യണം. അല്ലെ, പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം, പിന്നെ തന്റെ ശരീര ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കർമ്മവും ചെയ്യണം. तुम जानते हो हम इस मृत्युलोक से अमलों में चले जाएंगे वाया शांतिത. നമുക്കറിയാം നമ്മൾ ഈ മൃത്യു ലോകത്തിൽ നിന്ന് അമർ ലോകത്തിലേക്ക് പോകും. ശാന്തിധാമം വഴിയാണ് അമർ ലോകത്തിലേക്ക് പോകുന്നത്. ശാന്തിധാമത്തിൽ ചെന്നിട്ടാണ് അമർ ലോകത്തിലേക്ക് പോകുന്നത്. ഏ ബുദ്ധിമേ യാദ് രഖ്നാ ഹെ. പവരണി കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കണം. ജബ് തക് മൃത്യു നഹി ഹുവാ ഹെ പഠനാ ഹി ഹെ. പറയാണ് മരണം സംഭവിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. ഈ പഠിപ്പ് എത്ര കാലമുണ്ട് അല്ലേ? മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. ഏതോ യാദഗാർ സക്തേമാണ്. വേറെ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ജാന ഹപ്പനേക്കാൾ അല്ലെ, ഏത് ഓർമ്മ വേണം? ഏത് കാര്യം ഓർമ്മ വേണം? തന്റെ വീട്ടിലേക്ക് പോകണം. ആത്മാവിന് തന്റെ വീട്ടിലേക്ക് പോകണം. ഏ ദുനിയ ഏ സബ് കുച്ച് ചോടനാ ഹേ, ഖുഷി ഹോനി ചാഹിയേ. പറയാണ് ഈ ലോകം അല്ലെ, ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് ഉപേക്ഷിച്ചിട്ട് വേണം പോവാനായിട്ട്. ആത്മാവിന് ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ സന്തോഷം വേണം, സന്തോഷത്തോടെ വേണം ഉപേക്ഷിക്കാൻ അല്ലേ? അതിനുവേണ്ടി പഠിപ്പിക്കുന്നേ അല്ലേ? ബേഹത്തൊക്കെ നാടക രാഷ്ട്രീയ സമച്ചു ഗേഹോ. അവരിന് പരിധിയില്ലാത്ത നാടകത്തിന്റെ രഹസ്യം എന്താണ്? കുട്ടികളത് മനസ്സിലാക്കി. ഹദ്ക്ക നാടക പൂരാ ഹോത്താ ഹെ തോ കപ്പടെ ബദലി കർ ഘർ ചലേ ജാത്തെ. അപ്പൊ അവരാണ് സാധാരണ നാടകത്തിൽ അഭിനയിക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെയാണ്. നാടകം തീരുമ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പോകും. നമുക്കിപ്പോ പോകണം വീട്ടിലേക്ക് അല്ലേ? നാടകം തീരാൻ പോവുകയാണ്. കൈസെ അപ്പൊ ഹംകോ ഹി ജാനാ ഹെ. അപ്പോ നാടകം തീരുമ്പോ ആക്ടേഴ്സ് അല്ലെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് പോലെ നമ്മൾ ആത്മാക്കളാകുന്ന ആക്ടേഴ്സിനും മടങ്ങി വീട്ടിലേക്ക് പോകണം. 84 ജന്മങ്ങളുടെ ചക്ര പൂരാ ഹോത്താ ഹെ. അവരുടെ 84 ജന്മങ്ങളുടെ ചക്ര ഇപ്പോൾ പൂർത്തിയാകുകയാണ്. യാദ് ഭി കർത്തെ ഹേ പതിത് പാവനാവോ. ഇവിടെ എല്ലാവരും ഭാവി ഓർമ്മിക്കുന്നു. അല്ലയോ പതീത പാവന, അങ്ങ് വരൂ. യാദ് ശിവബാബാക്കോ ഹി കരയെങ്കിൽ. ഓർമ്മിക്കുന്നത് ആരെയാണ്? അല്ലെ, ശിവബാബയെ തന്നെയാണ് എല്ലാ ആത്മാക്കളും ഓർമ്മിക്കുന്നത്. ഏക് തരവ് കഹത്തെ പതീത് പാവനാവോ, ദൂസര തരവ് കഹതേത്തെ ഹെ പരമാത്മാ സർവ്യാപി. മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവരെ ഒരു ഭാഗത്ത് വിളിക്കും പതീത പാവന വരൂ എന്ന് പറഞ്ഞ് ഈശ്വരനെ വിളിക്കാറുണ്ട്. മറുഭാഗത്ത് പറയും ഈശ്വരൻ സർവ്വവ്യാപിയാണ് അല്ലേ? പോയി അർത്ഥം നെയ്യ് നിക്കൽത്ത. അവരുടെ അർത്ഥമൊന്നും എന്താണോ പറയുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ചുമ്മാതെ പറയാന്ന് പറയാ. ബച്ചോങ്കോ ഇതിന് അച്ഛി സംചാത്തേ ഈ ശാന്തിധാംകോ യാത് കരോ ഈ ദുഃഖധാം. അല്ലെ, ബാബ കുട്ടികൾക്ക് കാര്യങ്ങൾ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തരികയാണ്. ശാന്തിധാമത്തെ ഓർമ്മിക്കൂ, ഇത് ദുഃഖധാമമാണ്. और गुरु गोसाई को एक कहना आएगा नहीं सिवाय तुम ബ്രാഹ്മണിയോങ്കെ. അവരെയാണ് മറ്റു ഗുരുക്കന്മാർക്ക് ആർക്കും തന്നെ ഈ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. നിങ്ങൾ ബ്രാഹ്മണിമാരാണ് ഇത് പറയുന്നത്, വേറെ ആർക്കും ഇതിനെ പറയാൻ സാധ്യമല്ല. ഏ ദുഃഖധാം ക വിനാശ സാമനെ ഖടാ ഹെ. അപ്പൊ അവരെയാണ് ഈ ദുഃഖധാമത്തിന്റെ വിനാശം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. വഹി മഹാഭാരതത്തിൽ ലഡായി ഹെ. പണ്ട് നടന്ന അതേ മഹാഭാരത യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. യൂറോപ്പ് വാസി യാദവ് ബി ഹെ और കൗരവ് പാണ്ഡവ് ഭായി ഭായി ബി. അപ്പൊ അവരെയാണ് യൂറോപ്പ് വാസികൾ, യാദവരും ഉണ്ട്, പിന്നെ കൗരവരും പാണ്ഡവരും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവരുടെ സഹോദരങ്ങളാണ് ഇവര് അല്ലെ, പാണ്ഡവരും കൗരവരൊക്കെ സഹോദരങ്ങളാണ്. ഏകി ഗർക്കെ ഹേന. സഹോദരങ്ങൾ എന്ന് പറയുമ്പോ എന്താണ്? ഒരു വീട്ടിലെ അംഗങ്ങൾ അല്ലെ. ഭായി ഭായിമേം യുദ്ധ ഹോന ഹി ശക്തി. ഇനി സഹോദരങ്ങളാകുമ്പോ സഹോദരങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമോ? ഇല്ല. യഹാ യുദ്ധക്ക് ബാത്തി നഹി. അവരുടെ യുദ്ധത്തിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എഫി വണ്ടർ ഹേന. അവരതൊക്കെ എത്ര അതിശയത്തിന്റെ കാര്യമാണ്. മനുഷ്യ ക്യാ നഹി കർ സക്താ ഹെ जो बातें हुई नहीं वह भी बना बना कर एक दो
की ദിൽ കോ ഖരാബ് കർ ദേത്തെ ഹി. അപ്പൊ അവർ എത്ര അതിശയത്തിന്റെ കാര്യമാണ്. മനുഷ്യർക്ക് അല്ലെ ചെയ്യാൻ കഴിയാത്തതായിട്ട് എന്തുണ്ടെന്ന് പറയാണ്. ഏത് കാര്യമാണോ നടന്നിട്ടില്ലാത്തത് ആ കാര്യങ്ങൾ മനുഷ്യരുണ്ടാക്കി വെച്ച് അല്ലെ പറഞ്ഞു മറ്റുള്ളവരെ കേൾപ്പിച്ച് മനസ്സ് ചീത്തയാക്കിയാണെന്ന് പവ പറയാണ്. വ്യാസ ഭഗവാൻ കാ ദന്താ ഭി ദേഖോ കൈസാ ഹെ. വ്യാസ ഭഗവാന്റെ കർത്തവ്യം തന്നെ നോക്കൂ അല്ലെ എന്താണ്. മനുഷ്യങ്ക ദന്താ ഹെ ഏക് ദോ ലഡാന. അവർ മനുഷ്യന്റെ ജോലി എന്താണ്? പരസ്പരം തമ്മിലടുപ്പിക്കുക. ഏതോ ഏക് രസം ഹെ. അവർ ഇതൊരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ്. സബ് ഏക് ദോക്കെ ദുഷ്മൻ ബനത്തെ ഹെ. ഇവിടെ പരസ്പരം അല്ലെ എല്ലാരും ശത്രുക്കളായിട്ട് മാറുകയാണ്. ബച്ചോവി പാപക ദുഷ്മൻ ബൻ പടുത്തേ ഹെ. അല്ലെ കുട്ടികൾ പോലും അച്ഛന്റെ ശത്രുവായിട്ടൊക്കെ മാറുന്നുണ്ട് ലോകത്തില്. അപ്പൊ തുമ്മാരെ ബുദ്ധിമേ ദേക്കോ ക്യാ ഹെ ഓർ ശാസ്ത്രമേ ദേക്കോ ക്യാ ക്യാ ലിഖ് ദിയാ ഹെ. പറ നിങ്ങളുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉൻകാ ഫിർ മൻ കിതനാ രഖ്തേ ഹെ. പറ ശാസ്ത്രങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾക്ക് മനുഷ്യർ എത്ര ബഹുമാനം കൽപ്പിക്കുന്നു. ബഡി പരിക്രമ ദിലാത്തെ ഹെ. ദേവതാओं की मूर्ति को भी रथ पर बिठाए बड़ी പരിക്രമ ദിലാത്തെ ഹെ. അവരെയാണ് മനുഷ്യര് ദേവതകളുടെ മൂർത്തിയും അല്ലെ ഗ്രന്ഥങ്ങളൊക്കെ അല്ലെ രഥത്തിൽ വെച്ച് അല്ലെ നഗരമൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തൊക്കെ വരാറുണ്ട്. അവർ തന്നെ എത്ര ബഹുമാനിക്കുന്നു മനുഷ്യർ. ഫിർ സബ്കോ സമുദ്രമേ ഡാൽ ദേത്തെ. അപ്പം മൂർത്തിയൊക്കെ ഉണ്ടാക്കി അല്ലെ അതിനെ അണിയിച്ചൊരുക്കി കഴിപ്പിച്ച് പിന്നെ എന്ത് ചെയ്യും, സമുദ്രത്തിൽ കൊണ്ട് മുക്കിക്കളയും ചെയ്യും. മൃത്യുലോകി രസം റിവാജ് സബ്കി അപ്പനെ അപ്പനേഹെ. അപ്പൊ പറയാണ് മൃത്യുലോകത്തിലെ ആചാര രീതികൾ എല്ലാവരുടെയും അല്ലെ വേറെ വേറെയാണ്. ബാപ്പുക്ക പ്ലാൻ ദേഖോ കിത്തന ബഡാ ഹെ. നോക്കൂ ബാബയുടെ പ്ലാൻ എത്ര വലുതാണ്. സബ്കെ പ്ലാൻ ഖതം കർ ദേത്തെ ഹെ ഓർ സുഖധാം കി സ്ഥാപന കർത്തേ ഹെ. അല്ലെ മറ്റുള്ളവരുടെ മനുഷ്യരുടെ പ്ലാൻ എല്ലാം ഇല്ലാതാക്കി ബാബ എന്താ ചെയ്യുന്നത്, സുഖധാമം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി സബ്കോ ശാന്താമേ ഭേജ് ദേത്തെ ഹെ. അല്ലെ ബാബ സുഖധാമം സ്ഥാപിക്കുന്നു, അല്ലെ നമ്മൾ സുഖധാമത്തിലേക്ക് പോകും, ബാക്കി ആത്മാക്കളൊക്കെ ശാന്തിധാമത്തിലേക്ക് പോകും, അല്ലെ ബാബ ശാന്തിധാമത്തിലേക്ക് അയക്കും. തും ബച്ചെ ദേഖോ കിസ്കെ സാമനെ ബൈഠേ ഹോ. ഓർ നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത്. നിശ്ചയേ പരംപിത പരമാത്മാ ജ്ഞാൻ കാ സാഗർ ഹി. നമുക്ക് നിശ്ചയമുണ്ട് അല്ലെ പരംപിത പരമാത്മാവ് ജ്ഞാനത്തിന്റെ സാഗരം. ഇൻ ഓർഗൻസ് ദ്വാര ഹംകോ നോളജ് ദേ രഹേ ഹി. അല്ലെ ബാബ ഈ ഇദ്ദേഹത്തിലൂടെ നമുക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർ കോയി ഐസാ സത്സംഗ് പോകാക്ക. അവരെയാണ് ഇങ്ങനെ ഒരു സത്സംഗം വേറെ എവിടെയെങ്കിലും ഉണ്ടാവും? സ്വയം ജ്ഞാനസാഗരൻ പഠിപ്പിക്കുന്ന അല്ലെ ഒരു സത്സംഗം വേറെ എവിടെയെങ്കിലും ഉണ്ടാവും? ഇവിടെ അല്ലാതെ. അവി ബാബു സാമനെയായിട്ട് സംസാരിച്ചേ. ബാബ കുട്ടിയുടെ മുന്നിലിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ജാനത്തെ ഹോ ബാപ്പു ഹം ആത്മാസെ ബാത് കർത്തേ ഹി ഹം കാനോസെ സുനത്തെ ഹി. കേൾക്കുന്ന കുട്ടികൾ എന്ത് മനസ്സിലാക്കുന്നു? എന്താ മനസ്സിലാക്കുന്നേ അല്ലേ? ബാബ നമ്മൾ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ഈ കാതുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാബ ദാദാക്കെ മുഖദ്വാര ബോൾത്തേ ഹി. അല്ലെ ബാബ ശിവബാബ ഈ ദാദയുടെ മുഖത്തിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ജോ രത്ന ബാബാക്കെ മുഖസെ നിക്കൽത്തേ ഹേ വഹി തും ബച്ചോं के मुंह से निकलने चाहिए. അല്ലെ അവർ ഏതൊരു രത്നങ്ങളാണോ ഈ ബാബയുടെ മുഖത്തിലൂടെ വരുന്നത്, അത് തന്നെയായിരിക്കണം നിങ്ങൾ കുട്ടികളുടെയും മുഖത്തിലൂടെ വരാൻ. ഫാൽത്തു ബാത്തെ സുൻതേ ഹി നഹി സുൻതേ ഹെ. അവർ വ്യർത്ഥമായ കാര്യങ്ങൾ കേട്ടിട്ടും കേൾക്കരുത്. കോയിത്തോ ബൈറ്റ് ഖുഷി സെ സുൻതേ ഹെ. ഇനി വ്യർത്ഥമായ കാര്യങ്ങൾ ആരെങ്കിലും കേൾപ്പിച്ചാല് പറയാണ് ചിലതെങ്ങനെയാണ് കേൾക്കാൻ ഭയങ്കര സന്തോഷം എന്ന് പറയാ, സന്തോഷത്തോടെ കേൾക്കും. ബാബ കാത്ത ഐസി പാത്യം സുന്നു. ബാബ പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടത് വ്യർത്ഥമായ കാര്യം. രഹം ദിൽവൻ കിസ്മേ പോയി പുരാനി ആദത് ഹേ തോ മിഠാനി ചാഹി.
ഇനി ബാബ പറയാണ് ആരിലെങ്കിൽ അങ്ങനെയുള്ള ശീലം ഉണ്ടെങ്കിൽ, വ്യക്തമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികള് അവരോട് കരുണാഹൃദയരായി മാറി അവരുടെ ആ ശീലത്തെ ഇല്ലാതാക്കണം. വഹി തും ബच्चों के मुख से निकलने चाहिए അല്ല. बाबा का तो ऐसी बातें मत सुन, ഹാഞ്ചി കർ സുന്ന നഹി ചാഹിയെ. പിന്നെ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ ഹാഞ്ചി പറഞ്ഞ് ആ ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞ് കേൾക്കരുതെന്ന് പറയാണ്. പിന്നെ വളർത്തരുതെന്ന് പറയാണ്. ആ ശീലത്തെ വളർത്തരുത്. जो बाबा सुखधाम का मालिक बनाते हैं ऐसे बाबा ग्लानि तो हम सुनेंगे नहीं. അല്ലെ, ഏതൊരു ബാബയാണോ നമ്മളെ സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത് അങ്ങനെയുള്ള ബാബയെ നിന്ദിക്കുന്ന കാര്യങ്ങള് നമ്മൾ കേൾക്കുകയില്ല. അങ്കോത്തോ ശിവബാബാസെ വർഷാലേനാച്ചായി, നമ്മൾ കുട്ടികൾക്ക് ശിവബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കണം. ഓർ ബാത്തോസെ ഹമാര ക്യാ താലൂക്ക് ഹേ, മറ്റു കാര്യങ്ങള് അല്ലേ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് कोई सुने या ना सुने हम तो ज्ञान का सुरमा पहन लेवे. ആരെങ്കിലും കേട്ടാലും ബാബ പറയാണ് കേട്ടില്ലെങ്കിലും നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം, ജ്ഞാനത്തിന്റെ സുറുമ എഴുതിയിരിക്കണം എന്ന് ബാബ പറയാണ്. ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി, മറ്റു വ്യർത്ഥമായ കാര്യങ്ങൾ കേൾക്കേണ്ടത്. कोई ज्ञानांजन लगाते हैं कोई धूल अंजन लगाते. പറയാൻ ചിലര് ജ്ഞാനാഞ്ജൻ എഴുതുന്നു, ചിലര് സ്ഥൂലത്തിലുള്ള അല്ലെ കൺമഷി. ഉസസെ തീസറ നേത്ര കുൽത്താ നഹി, പറയാണ് അതിലൂടെ അല്ലെ മൂന്നാമത്തെ നേത്രം തുറക്കുന്നില്ല. ബാബ കിത്തന സഹജകർ സംജാത്തെ, ബാബ കാര്യങ്ങളെ എത്ര സഹജമായിട്ട് മനസ്സിലാക്കി തരികയാണ്. ജോ കൈസേവി രോഗി അന്താ കുച്ചാഹേ ഏവി സമച്ചിട്ടാഹേ. ബാബ എത്ര സഹജമായിട്ടാ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആരെങ്ങനെയുള്ളവരാണെങ്കിലും അല്ലെ, രോഗിയാകട്ടെ അല്ലെ എത്രയും അല്ലെ അധംപതിച്ചവരാകട്ടെ അവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ബാബ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആൽഫോർ ബേദോ അക്ഷരഹേ, ബാബ രണ്ട് വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ, അച്ഛനും സമ്പത്തും. സർ പൂച്ചോ പരംപിത ഓർ പ്രജാപിത ബ്രഹ്മാസ അപ്പുക ക്യാ സംബന്ധി. ബാബയാണ് അല്ലെ ഇത് ചോദിക്കണം, ഇത്രമാത്രം ചോദിച്ചാൽ മതി. പരംപിത പരമാത്മാവും പ്രജാപിത ബ്രഹ്മാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ് എന്നും മനുഷ്യരോട് ചോദിക്കണം. ഈ പ്രശ്നം സബ്സെ അച്ഛാ ഹേ, ബാബ ക്വസ്റ്റ്യൻ ഏറ്റവും നല്ലതാണ്. तो സർവ്വവ്യാപിക ജ്ഞാൻ ഏകദം ബാഹർ നിക്കൽ ജായേ. അപ്പോ ആ പരംപിത പരമാത്മാവും പ്രജാപിത ബ്രഹ്മാവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന ജ്ഞാനം അവിടെ ഇല്ലാതാവും. മിത്ര സംബന്ധിയോ സേ ദോസ്തി കർ ഉന്നെ സംശാവോ. വേറെ മിത്ര സംബന്ധികളോട് അവരെ കൂട്ടുകാരാക്കിയിട്ടെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ബഹുത്ത് മീഠ വേണം തുമാരാ കാമ്യ പരിചയത്തേന, അവർ വളരെ മധുരതയുള്ളവരായിട്ട് മാറും. നിങ്ങളുടെ ജോലി ഇതാണ്, ബാബയുടെ പരിചയം നൽകുക. ദുഷ്മൻ ഹോ പരന്തോ ഉൻസേബി മിത്രത രഖ്നേഹി, അവർ നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും അവരോടും മിത്രത കാത്തു സൂക്ഷിക്കണം. ബാബ കഹത്തെ തുമ്നെ ആസ്യ മത് പർ ചൽ മുझे ഗാലി ദീ. ബാബ പറയാ, മക്കളെ നിങ്ങൾ ആസുരീയ വഴിപ്രകാരം നടന്ന് എന്നെ എത്രമാത്രം നിന്ദിച്ചു. തുമ്നെ ഈശ്വർ പർ അപകാർ കിയ ഫിർ ഭി ഈശ്വർ തും പർ കിതന ഉപകാർ കർത്തെ. നിങ്ങള് അല്ലേ ഈശ്വരനോട് അപകാരാണ് ചെയ്തത്, എന്നിട്ടും ഈശ്വരൻ നിങ്ങളോട് എത്ര ഉപകാരം ചെയ്തു അല്ലെ. നമ്മളെ സ്വർഗത്തിന് അധികാരിയാക്കി മാറ്റുന്നു അല്ലെ. ഈശ്വർ കാ ഉപകാർ ഹോനാ ഹി ഡ്രാമ മേ നൂന്ത് ഹെ. ഈശ്വരൻ നമ്മളോട് ഉപകാരം ചെയ്യുക, ഇത് ഡ്രാമയിൽ പിക്ചറാണ്, ഡ്രാമയിലുള്ള കാര്യമാണ്. തവത്തോ കാത്തെ യഥായഥാ ധർമ്മസ്യ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് യഥായഥാ ധർമ്മസ്യ അല്ലെങ്കിൽ ഈശ്വരൻ വരുന്നു. അയാവി ഭാരതമേ, ഇനി വന്നിരിക്കുന്ന എവിടെയാണ്? ഈശ്വരൻ ഭാരതത്തിലാണ്. സംചാഹി രഹേ ബച്ചോങ്കോ, ഈശ്വരൻ വന്ന് തന്റെ മക്കൾക്കാണ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഹരേക്ക് ഭാഗത്ത് അച്ചിരിക്ക് സംശയിക്കും. അവരുടെ ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്.
किसकी तकदीर में नहीं है, फिर भी वही धंधा करते हैं। यहाँ से बाहर गए तो ये बातें भूल जाएंगे. അവരുടെ ആരെങ്കിലും ഭാഗ്യത്തിലില്ല അല്ലേ, അപ്പൊ അവര് വല്ല പണ്ട് എങ്ങനെയാണോ ജീവിച്ച അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ അവർ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. നിന്ദ കർത്തെ കർത്തെ തോ ഏ ഹാൽ ഹോ ഗയാ ഹേ. അപ്പൊ പറയാണ് ഈശ്വരനെ നിന്ദിച്ച് അല്ല ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പൊ നിന്ദ കർണ ബന്ധു കരോ പണ്ഡിതനൊക്കെ ബന്ധന. അവർ ഇപ്പൊ നിന്ദിക്കുന്നത് അവസാനിപ്പിക്കൂ. അവരാണ് കേവലം പണ്ഡിതനെ പോലെ ആക്കും. തും പക്ക രാജയോഗി ഹോ, അവരുടെ മക്കളെ നിങ്ങൾ പക്കായി രാജയോഗികളാണ്. ഐസമൈസ സംശയത്വ തീർത്തിയില്ലേ. അപ്പൊ അവർ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർക്ക് ജ്ഞാനമാവും നമുക്ക് തറയ്ക്കും. പുതുമേ കാമി ഹോക്കി തോ ദൂസറോങ്കി പോൽ നഹി സകേങ്കി. സ്വയത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കുറവുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അല്ലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. പാപ് അന്തർ ഖാത്താ രഹേങ്ക. സ്വയത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അല്ലെ, താൻ ചെയ്ത തെറ്റുണ്ടല്ലോ അത് ഉള്ളിൽ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. ബാബ ഹർ വാത്ത് അച്ചി സംസാത്തെ. ബാബ കുട്ടികൾക്ക് ഓരോ കാര്യവും നല്ല രീതിയിൽ പറഞ്ഞു. കൽബ് അല്ലെങ്കിൽ ഐസൈ സംശയാത്ത ഓലോമ. ബാബ പറയും, മക്കളെ ഇതേപോലെ തന്നെ ഞാൻ കൽപ്പം മുൻപ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മറന്നു പോകരുത്. സിമരൻ കർത്തേ കർത്തേ അന്തിമതി സ്വഗതി ഹോ ജായേഗി. എന്താകും അല്ലെ, ബാബ പറഞ്ഞ കാര്യങ്ങള് അല്ലെ സ്മരിച്ച് ബാബയെ ഓർമ്മിച്ച് അന്തിമതി സ്വഗതി അല്ലെ, അന്തിമത്തിൽ ബാബയുടെ ഓർമ്മയില് ദേഹോപേക്ഷിക്കാൻ പറ്റും. അടുത്ത ജന്മം ശ്രേഷ്ഠമായി. സവരോട് ബാപ്പു യാത് കരോ ജോ അന്തമേ ദേഹി യാതന പടേഹം ആത്മാഹി. ബാബ പറയാം, മക്കളെ അതിരാവിലെ ഉണർന്ന് ബാബയെ ഓർമ്മിക്കണം അല്ലേ. അപ്പം എന്താകും, അന്തിമത്തില് ദേഹത്തിന്റെ ഓർമ്മ പോലും വരില്ല. അത് രാവിലെ ഉണർന്ന് ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ അല്ലെ, ആത്മാദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ദേഹത്തിന്റെ ഓർമ്മ, നമ്മുടെ ദേഹത്തിന്റെ ഓർമ്മ പോലും വരില്ല അല്ലെ. ഞാൻ ആത്മാവാണ് അല്ലെ, ആ ഓർമ്മയില് അച്ഛ മീठे मीठे सिकीलदे बच्चों की माता पिता बाप दादा का याद प्यार और रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणയ്ക്കായിട്ട് പറഞ്ഞു, जो रत्न बाप के मुख से निकलते ही वही अपने मुख से निकालने के, व्यर्थ बातें नहीं बोलनी है न सुननी है, ज्ञान का ही सुरमा पहनना है. ഏതൊരു രത്നങ്ങളാണ് ബാബയുടെ മുഖത്ത് നിന്ന് വരുന്നത് അത് തന്നെ തന്റെയും മുഖത്തിൽ നിന്ന് വരണം. വ്യർത്ഥമായ കാര്യങ്ങള് പറയരുത്, കേൾക്കരുത്. വ്യർത്ഥമായ കാര്യങ്ങള് പറയരുത്, കേൾക്കരുത്. ജ്ഞാനത്തിന്റെ സുറുമ എഴുതണം. ജ്ഞാനത്തിന്റെ സുറുമ എഴുതണം. सभी से सच्ची मित्रता रखने की, बहुत मीठे रूप में हर्षद मुख बापू की परिचय देना है. अपकारी पर भी बाप समान उपकारी बनना है. എല്ലാവരോടും സത്യമായ മിത്രത കാത്തു സൂക്ഷിക്കണം. വളരെ മധുരമായ രൂപത്തില് ഹർഷിത മുഖരായി ബാബയുടെ പരിചയം നൽകണം. അപകാരിയിലും ബാപ് സമാൻ ഉപകാരിയായിട്ട് മാറണം. वरदान शुद्धि की विधि द्वारा किले को मजबूत बनाने वाले सदा विजयी व निर्विघ्न भव. ശുദ്ധിയുടെ വിധിയിലൂടെ കോട്ടയെ സ്ട്രോങ് ആക്കി മാറ്റുന്നവരായ സദാ വിജയി അഥവാ നിർവിഘ്നരായി ഭവിക്കൂ. ശുദ്ധിയുടെ വിധിയിലൂടെ കോട്ടയെ സ്ട്രോങ് ആക്കി മാറ്റുന്നവരായ സദാ വിജയി അഥവാ നിർവിഘ്നരായി ഭവിക്കും. जैसे कोई भी कार्य शुरू करते हैं तो शुद्धि की विधि अपनाते. എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോ ശുദ്ധിയുടെ വിധി കൊണ്ടുവരാറ്.
ऐसे जब किसी भी स्थान पर कोई विशेष सेवा शुरू करते हो और चलते चलते सेवा में कोई विघ्न आते हैं तो पहले संगठित रूप में चारों ओर विशेष टाइम पर एक साथ योग का दान दो. അവരാണ് അതേപോലെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളില് ഏതെങ്കിലും വിശേഷപ്പെട്ട സേവനം തുടങ്ങിയാണെങ്കിൽ അല്ല എങ്കിൽ മുന്നോട്ട് പോകവേ സേവനത്തില് എന്തെങ്കിലും വിഘ്നം വരികയാണെങ്കിൽ ആദ്യം സംഘടിത രൂപത്തില് നാനാഭാഗത്തും അല്ലെ വിശേഷിച്ചു പ്രത്യേകിച്ചൊരു സമയത്ത് ഒരുമിച്ച് യോഗദാനം നൽകും. അതായത് ഏതെങ്കിലും സ്ഥലത്ത് സേവനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സേവനത്തിൽ എന്തെങ്കിലും വിഘ്നം വരുമ്പോൾ എന്ത് വേണം, എല്ലാവരും ഒരുമിച്ച് പ്രത്യേകിച്ചൊരു സമയത്ത് യോഗയുടെ ദാനം നൽകും. സർവ ആത്മാവുക ഏകി ശുദ്ധ സങ്കല്പവും വിജയം. അപ്പം അവിടെ എന്താണ്, എല്ലാ ആത്മാക്കളുടെ മനസ്സിൽ ഒരേ ഒരു സങ്കല്പം, യോഗ ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു സങ്കല്പം എന്താണ്, വിജയാകുക, അതിന്റെ അവിഘ്നത്തെ മറികടക്കുക. ഏഹേ ശുദ്ധിക്ക് വിധി, ഇതാണ് ശുദ്ധിയുടെ വിധി. इसमें सभी विजयी व निर्विघ्न बन जाएंगे और किला मजबूत हो जाएगा. അപ്പൊ ഈ വിധി കൊണ്ടുവരുമ്പോൾ അല്ലെ, യോഗദാനത്തിന്റെ ഈ വിധി കൊണ്ടുവരുമ്പോൾ ഭവ പറയാണ് അല്ലെ, ഇതിലൂടെ എല്ലാവരും വിജയിയാകുകയും ചെയ്യും, നിർവിഘ്നമായി തീരും, കോട്ട സ്ട്രോങ് ആകും. സ്ലോഗൻ യഥാർത്ഥ കർമ്മക പ്രത്യക്ഷ ഫലേ ഖുഷി ഓർ ശക്തി പ്രാപ്തി. യഥാർത്ഥമായ കർമ്മത്തിന്റെ പ്രത്യക്ഷ ഫലം എന്താണ്? അവിടെ സന്തോഷം കിട്ടും, ശക്തിയാകുന്ന പ്രാപ്തി. നമ്മൾ ചെയ്ത കർമ്മം യഥാർത്ഥമാണെങ്കിൽ നമുക്ക് എന്താണ്, സന്തോഷവും കിട്ടും, അതിലൂടെ ശക്തിയും കിട്ടും. ബാബ പറഞ്ഞു, മധുരമായ കുട്ടികളെ, ഏതൊരു ദേഹധാരിയോടും ദേഹത്തിൻ്റെതായ സ്നേഹം വയ്ക്കാതെ ഒരു ഭാവിയോട് സ്നേഹം വയ്ക്കണം. അശരീരിയാകാനുള്ള പൂർണ്ണമായ അഭ്യാസം ചെയ്യും. പിന്നെ ബാബ ചോദിച്ചു, കരുണാഹൃദയരായ കുട്ടികളുടെ കർത്തവ്യം എന്താണ്? ഹരിവായി എന്താണ് പറഞ്ഞത്? കരുണാഹൃദയരായ കുട്ടികൾ എങ്ങനെയായിരിക്കും? പറഞ്ഞു അല്ലെ, വ്യർത്ഥമായ കാര്യങ്ങള് അല്ലെ സംസാരിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ കേൾക്കാതെ ഇനി അവരുടെ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മുതിർന്നവരെ കേൾപ്പിക്കും അല്ലെ. ഇതാണ് കരുണാഹൃദയരായ കുട്ടികളുടെ കർത്തവ്യം. ഇപ്പൊ അവരെയാണ് ആരിലാണോ എന്തായാലും പഴയ ശീലമുള്ളത് അവരുടെ ആ ശീലത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സഹയോഗിയായിട്ട് മാറുക, ഇതാണ് കരുണാഹൃദയരായിട്ട് മാറുക. പിന്നെ ബാബ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, ഏതൊരു ടൈറ്റില് ഏതൊരു ദേഹധാരികൾക്ക് നൽകാൻ കഴിയില്ല, ബ്രഹ്മബാബയ്ക്ക് മാത്രമേ നൽകാൻ കഴിയൂ. ഏതാണത്? ശ്രീ എന്ന ടൈറ്റില് അല്ലെ. ഓപ്ഷൻ